വെൽക്കം ടു സാവൂസ് കിഡ്സ് കളക്ഷൻസ്. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാനിവിടെ 2 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ അളവിൽ ഒരു പട്ടുപാവാടയും ടോപ്പും തയ്ക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നെറ്റിൻ്റെ ഒരു ഫാബ്രിക് ടോപ്പ് തയ്ക്കാനും കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു ഫാബ്രിക് സ്കേർട്ട് തയ്ക്കാനുമായിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ടോപ്പ് തയ്ക്കാനായി 14 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളത്തിലുമായിട്ട് 2 പീസ് ലൈനിങ് തുണി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലെ 4.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്താം. 2 ഇഞ്ച് ആം ഹോളും അടയാളപ്പെടുത്താം. പിന്നെ ഇതിന് ബട്ടർഫ്ലൈ സ്ലീവാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ചിലെ ഒരു അടയാളം നമുക്ക് കൊടുക്കാം. ഇനി ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്ക് ഒരു ലൈൻ കൊടുക്കണം. അത് കഴിഞ്ഞ് ചെസ്റ്റ് വണ്ണം 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടുള്ള അളവാണ്. ഇനി ഷോൾഡറും ആം ഹോളും യോജിപ്പിച്ച് ഒരു കർവ് കൊടുക്കാം. പിന്നെ വേസ്റ്റ് വണ്ണം എടുക്കുന്നത് 6 ഇഞ്ചാണ്. എന്നിട്ട് അവിടെ നിന്നും ആം ഹോളിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈനിങ് തുണി മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി ബട്ടർഫ്ലൈ സ്ലീവ് ചെയ്യാനായിട്ട് 2 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് നീളത്തിലുമായിട്ട് 2 കഷ്ണം തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഫ്ലീറ്റ്സ് വെക്കാനായിട്ട് 20 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലുമായിട്ട് 2 കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം തുണിയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇത് നമുക്ക് മടക്കിയിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ സ്ലീവ് വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഈ തുണിയുടെ ഇരട്ടി വലിപ്പമെങ്കിലും ഫ്ലീറ്റ്സ് വയ്ക്കാവുന്ന തുണിക്ക് വേണം. ഇപ്പോൾ 8 ഇഞ്ച് നീളമാണ് നമ്മൾ സ്ലീവിനുള്ള തുണി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി 16 ഇഞ്ചെങ്കിലും നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന തുണിക്ക് എടുക്കണം. ഞാനിപ്പോൾ അത് 20 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ തുണിയുടെ നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം മടക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ സ്ലീവ് വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഈ തുണിയിലത് ജോയിൻറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. സ്ലീവ് വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഈ തുണിയുടെ സെയിം അളവിലായിരിക്കണം പ്ലീറ്റ്സ് ഇട്ട് എടുക്കേണ്ടത്. ഇതിപ്പോൾ സെയിം അളവിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ തുണി ഇതിൽ ജോയിൻറ്റ് ചെയ്ത് എടുക്കണം. ഈ തുണിയുടെ നല്ല വശം ഇതിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. മോശം ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കുവാനായിട്ട്. നമുക്കിതിനെ തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 ഇഞ്ച് മടക്കി ഇതിൻ്റെ മുകളിൽ വെച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്കിത് പതിച്ചടിക്കാം.
ഞാനിപ്പോൾ ഇവിടെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് നോക്കാം. നമ്മൾ ലൈനിങ് തുണിയുടെ മുകളിലായിട്ട് വേണം നല്ല ഭാഗം ഇട്ട് കൊടുക്കാനായിട്ട്. പുറമേ കാണുന്നത് മോശം ഭാഗമാണ്. ഇനി സൈഡ് ആം ഹോളും കുറച്ച് വരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് സ്ലീവ് ഉള്ളിലേക്ക് കടത്തി വയ്ക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ വളരെ ശ്രദ്ധിച്ച് ചുളിവൊന്നുമില്ലാതെ വേണം വയ്ക്കുവാനായിട്ട്. ഇനി നമുക്ക് 2 സ്ലീവും ഇതുപോലെ വെച്ച് സൈഡും ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവുമെല്ലാം തയ്ച്ചെടുക്കണം. അടിഭാഗം തയ്ക്കാൻ പാടില്ല. ഇനി നമുക്കത് തയ്ച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് തിരിച്ചെടുത്തിട്ടുണ്ട്. വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ ലൈനിങ് തുണിയുടെ ഉൾഭാഗത്തായിട്ട് നല്ല വശം വരുന്ന രീതിയിൽ വേണം തുണിയിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് സ്ലീവ് ഉള്ളിലേക്ക് കടത്തി വെച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡും ആം ഹോളിൻ്റെ പകുതി വരെയും തയ്ച്ച് വെച്ച് നമുക്ക് സ്ലീവ് വയ്ക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്കോ അല്ലെങ്കിൽ സിപ്പോ വയ്ക്കാനായിട്ട് നടുവിലെ ബാക്ക് പാർട്ടിലെ നടുഭാഗത്തായിട്ട് ഒരു കട്ടിങ് കൊടുക്കണം. ഞാനിപ്പോൾ ഹുക്കാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് വളരെ വൃത്തിയിൽ 2ആയി മടക്കി വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഹുക്ക് വയ്ക്കാനായിട്ട് ഇതുപോലെ 2 കഷ്ണം തുണി ഞാൻ എടുത്തിട്ടുണ്ട്. കട്ട വയ്ക്കാനായിട്ടാണ്. ഹുക്ക് വയ്ക്കാനും അതിന് വേണ്ടി കൊടുത്ത് വയ്ക്കാനുമായിട്ട് 1 കഷ്ണം തുണി 1.5 ഇഞ്ചിലും ഇത് 3 ഇഞ്ചിലുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നോക്കാം. ഇത് നമുക്ക് ഹുക്ക് വെക്കാനായിട്ടുള്ള കട്ടയ്ക്കുള്ള തുണിയാണ്. അതിതുപോലെ മടക്കി കെട്ടിട്ട് കൊടുത്ത് വേണം തയ്ക്കുവാനായിട്ട്. ഞാനിപ്പോൾ ഇതിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
വലിച്ചിട്ട് മേൽഭാഗം ഒന്ന് പതിച്ചടിക്കണം. എന്നിട്ടുള്ളിലേക്ക് മടക്കി തയ്ക്കണം. ഞാനിപ്പോൾ ഇതിവിടെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹുക്ക് വെക്കാനുള്ളതാണ്. ഇനി കൊളുത്ത് പിടിപ്പിക്കുവാനായിട്ട് 3 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്ലോത്തിൻ്റെ നീളത്തേക്കാളും 1 ഇഞ്ച് നീളം കൂടുതൽ എപ്പോഴും എടുക്കണം. ക്ലോത്തിൻ്റെ അറ്റം ഇതുപോലെ മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ വൃത്തിക്കായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതും ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 ഇഞ്ച് മടക്കി വേണം തയ്ക്കുവാനായിട്ട്. പതിച്ചടിക്കേണ്ട ആവശ്യമില്ല. കൊളുത്ത് വെക്കുന്ന പട്ടയായതുകൊണ്ടാണ്. ഇതുപോലെ 1 ഇഞ്ച് 1/2 ഇഞ്ച് മടക്കി 1 ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം മടക്കി തയ്ക്കുവാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് വയ്ക്കാനുള്ളതും കൊളുത്ത് വയ്ക്കാനുള്ളതും 2 ഭാഗം ചെയ്തെടുക്കും. നമുക്ക് താഴ്ഭാഗം ഇതുപോലെ പട്ട വെച്ച് മടക്കി തയ്ക്കണം. അതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് 1 ഇഞ്ച് നീക്കി തയ്ച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇനി നമ്മൾ സ്കേർട്ട് തയ്ക്കുന്ന വീഡിയോ അടുത്ത പാട്ടായിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.